കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂത്ത് 1:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കണേ, എന്നെ സപ്പോർട്ട് ചെയ്യാനും റൂത്ത് 1:11. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാവാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? റൂത്ത് 1:12. എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ. റൂത്ത് 1:13. അവർക്ക് പ്രായമാവുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. റൂത്ത് 1:14. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. റൂത്ത് 1:15. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുക്കലേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോകുക.